ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഡൽഹിയിലെ കൊടും ചൂടിൽ തപസ് ചെയ്യുകയാണ്. എന്തിനാണെന്നല്ലേ? തപസ്സിന്റെ ലക്ഷ്യം മോക്ഷമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയാണ്. കേരളത്തിൽ അവർ ഭരണം പിടിച്ചു കഴിഞ്ഞു. എന്നിട്ടോ ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പരസ്പരം തല്ലുകൂടുകയാണ്. ഈ ഒരു ആവേശമുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. ഐക്യമത്യം മഹാബലം എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് ഗ്രൂപ്പിസം മഹാബലം എന്നായി മാറിയിരിക്കുകയാണ്. ഒരേ സമയം 3 പേരാണ് മുഖ്യമന്ത്രി പദത്തിനായി വടംവലി നടത്തുന്നത്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ KC വേണുഗോപാൽ ഒരു വശത്ത്, പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഷോർട്ട് കട്ട് നോക്കുന്ന VD സതീശൻ മറുവശത്ത്. ഇതിനിടയിൽ അനുഭവ സമ്പത്തിന്റെ കെട്ടുമായി രമേശ് ചെന്നിത്തലയും ഉണ്ട്. കാലങ്ങളായി A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിൽ കൊമ്പ് കോർത്ത ചരിത്രമേ നമുക്കറിയും. എന്നാൽ ഇപ്പോൾ കഥ മാറി. KCയെ തടയാൻ വേണ്ടി ചെന്നിത്തലയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയാകാൻ പോലും സതീശൻ റെഡി. എന്തൊരു വിട്ടുവീഴ്ച മനോഭാവം! സ്വന്തം ശത്രുവിനെ തോൽപ്പിക്കാൻ ശത്രുവിന്റെ ശത്രുവിനെ കെട്ടിപ്പിടിക്കുന്ന ഈ രാഷ്ട്രീയ തന്ത്രം കണ്ടാൽ ചാണക്യൻ പോലും തോറ്റുപോയിട്ടുണ്ടാകും. പക്ഷേ സീൻ അവിടെയും തീരുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ പോരിപ്പോൾ ഡൽഹിയിലെ തെരുവുകളിലേക്ക് പറന്നിരിക്കുകയാണ്. കേരള ഹൗസിന് മുന്നിൽ നേതാക്കളെ കൂവി വിളിക്കുന്ന അണികൾ, പോസ്റ്റർ കീറുന്നവർ, മാസ് എൻട്രി നടത്തുന്നവർ. സംഗതി ഉഷാറായിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കാരെ പേടിച്ച് സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയേണ്ടി വരുന്ന നേതാക്കളുടെ ഗതികേട് കൂടി കാണുമ്പോൾ ഈ അധികാരക്കളി ശരിക്കും ഒരു കോമഡി ഷോയായി മാറിയിരിക്കുകയാണ്. ഒരു വ്യവസായി വിചാരിച്ചാൽ മഞ്ഞുരുകുന്ന മുസ്ലിം ലീഗും 47 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന KC പക്ഷവും കൂടിയാകുമ്പോൾ സംഗതി ജോറായി. നമുക്ക് നോക്കാം. മെയ് 4-ാം തീയതി റിസൾട്ട് വന്നതാണ്. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് 102 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യ. ജനങ്ങൾ വിചാരിച്ചു ഇനി ഭരണം തുടങ്ങുമല്ലോ എന്ന്. പക്ഷേ ജനങ്ങൾക്കറിയില്ലല്ലോ, ഭരണം തുടങ്ങണമെങ്കിൽ ആദ്യം ആര് വാഴണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകണമെന്ന്. 5 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. TV-ക്ക് മുന്നിൽ ജനം ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നേതാക്കൾ ഡൽഹിയിൽ ഗുസ്തി പിടിക്കുകയാണ്. 102 സീറ്റ് കിട്ടിയ സന്തോഷത്തെക്കാൾ ആര് മുഖ്യമന്ത്രിയാകുമെന്ന വാശിയിലാണ് എല്ലാവരും. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് സിനിമ കാണേണ്ട ആവശ്യമില്ല. ഈ ചാനൽ ചർച്ചകൾ മാത്രം നോക്കിയാൽ മതി. ഇതിലും വലിയ എന്റർടൈൻമെന്റ് വേറെ എവിടെ നിന്ന് കിട്ടാനാണ്? മെയ് 4 മുതൽ തുടങ്ങിയ ഈ കസേരകളി ഇപ്പോൾ ഡൽഹിയിലെ തെരുവുകളിൽ എത്തി നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ കീറാൻ കാണിച്ച അതേ ആവേശം ഇപ്പോൾ സ്വന്തം KPCC പ്രസിഡന്റിനെ കൂവി വിളിക്കാനും അണികൾ കാണിക്കുന്നുണ്ട്. ഇതാണല്ലോ കോൺഗ്രസിന്റെ ഒരു ലൈൻ. ജയിച്ചാൽ ജയിച്ചവരും തോറ്റാൽ തോറ്റവരും ഒരേപോലെ അടികൂടും. ഈ ഗ്യാപ്പിലാണ് നമ്മുടെ KC വേണുഗോപാലിന്റെ മാസ് എൻട്രി. 47 MLA-മാർ കയ്യിലുണ്ടെന്നാണ് അവകാശവാദം. അതായത് ജയിച്ച പകുതിയോളം പേരും KCയുടെ പോക്കറ്റിലാണെന്ന്. ഇത് കേട്ടപ്പോൾ സതീശൻ ക്യാമ്പിന് ഇരിക്കപ്പുറതിയില്ലാതായി. അങ്ങനെയാണ് വർഷങ്ങളായി മിണ്ടാതിരുന്ന സതീശനും ചെന്നിത്തലയും ഇപ്പോൾ ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലെത്തിയത്. KC വന്നാൽ നമുക്ക് രണ്ടിനും ഒന്നും കിട്ടില്ല, അതുകൊണ്ട് നീ മുഖ്യമന്ത്രിയായാൽ ഞാൻ ഉപമുഖ്യമന്ത്രിയാകാമെന്ന് സതീശന്റെ ആ വലിയ മനസ്സുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. ഇതിനിടയിൽ കോൺഗ്രസിലെ ഈ തല്ല് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. സതീശന് വേണ്ടി വാദിച്ച ലീഗിനെ ഒരു പ്രമുഖ വ്യവസായി ഫോൺ വിളിച്ച് സെറ്റിലാക്കിയത്രേ. രാഷ്ട്രീയത്തിൽ ഈ വ്യവസായങ്ങൾക്കുള്ള സ്വാധീനം നോക്കണേ. ലീഗിനെ ഒതുക്കി സതീശനെ വെട്ടി ചെന്നിത്തലയെ ഒപ്പം കൂട്ടി KC നടത്തുന്ന ഈ നീക്കങ്ങൾ കണ്ടാൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് പോലും തോറ്റുപോകും. തിരുവനന്തപുരത്ത് തുടങ്ങേണ്ട ഭരണം ഇപ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിന്റെ ഇടനാഴികളിൽ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോലും പറ്റാത്തവർ എങ്ങനെ 102 സീറ്റ് ഭരിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എന്തായാലും ഈ അടി കണ്ടിട്ട് ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത 5 വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് ബോറടിക്കില്ല. ഇനി നമുക്ക് ഈ കഥയിലെ ആ അദൃശ്യ അസ്ത്രത്തെ കുറിച്ച് പറയാം. രാഷ്ട്രീയത്തിൽ നേതാക്കൾക്ക് മാത്രമല്ലല്ലോ പവർ, പണച്ചാക്കുകൾക്കും ഉണ്ടല്ലോ ഒരു റോള്. മുസ്ലിം ലീഗ് സതീശന് വേണ്ടി ഉറച്ചു നിന്നതായിരുന്നു. പക്ഷെ അപ്പോഴാണ് ആ പ്രമുഖ വ്യവസായിയുടെ എൻട്രി. ഒരു ഫോൺ കോൾ, ചർച്ചകൾ, അത്രേ വേണ്ടി വന്നുള്ളൂ. ലീഗിന്റെ ആവേശം അങ്ങ് തണുത്തു. സ്വന്തം പാർട്ടിക്കാരെ ഒതുക്കാൻ പുറത്തു നിന്നുള്ള വ്യവസായി ഇറക്കുന്ന ഈ ബുദ്ധി ഉണ്ടല്ലോ, അത് KCക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതിനെയാണ് കോർപ്പറേറ്റ് രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. ഡൽഹിയിലെ കാഴ്ചകൾ അതിലും കഷ്ടമാണ്. രമേശ് ചെന്നിത്തലയുടെ കാര്യം ആലോചിച്ചു നോക്കൂ. പണ്ട് I ഗ്രൂപ്പിന്റെ സിംഹമായിരുന്ന ആൾ ഇന്ന് സ്വന്തം അണികളുടെ കൂവൽ പേടിച്ച് ഡൽഹിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരിക്കും. 204-ാം നമ്പർ മുറി ബുക്ക് ചെയ്തിട്ട് അവിടെ താമസിക്കാൻ ധൈര്യമില്ലാത്ത നേതാവ്, സ്വന്തം പാർട്ടിക്കാരെ പേടിച്ച് വീട് മാറേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. സതീശനാണെങ്കിൽ JNU പിള്ളേരെയും കൊണ്ട് മാസ് എൻട്രി നടത്തുന്നു. പക്ഷേ ഹൈക്കമാൻഡിന്റെ ഉള്ളിൽ ആ എൻട്രിക്ക് എത്രത്തോളം വിലയുണ്ടെന്ന് കണ്ടു തന്നെ അറിയണം.
102 സീറ്റ് കിട്ടിയാൽ സാധാരണ ഏതൊരു പാർട്ടിയും പിറ്റേന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം തുടങ്ങും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കസേരയ്ക്ക് 4 കാലുണ്ടെങ്കിൽ 8 പേരാണ് അത് പിടിക്കാൻ നിൽക്കുന്നത്. സതീശൻ മുഖ്യമന്ത്രി മോഹം മാറ്റിവെച്ച് ചെന്നിത്തലയുടെ കീഴിൽ രണ്ടാമനാകാൻ സംബന്ധിച്ചത് വെറുതെയല്ല. KC എങ്ങനെയെങ്കിലും വെട്ടണം, അത് മാത്രമാണ് ലക്ഷ്യം. ഇനി രാഹുൽ ഗാന്ധി മറ്റും ഇടപെട്ടാൽ KC വഴിമാറുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. പക്ഷെ KCയുടെ കയ്യിൽ 47 MLA മാരുണ്ട്, കൂടെ നേതാക്കളുമുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാവം അണികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. തിരുവനന്തപുരത്ത് പോസ്റ്റർ ഒട്ടിക്കാനും ഡൽഹിയിൽ പോയി കൂവാനും മാത്രം വിധിക്കപ്പെട്ടവർ. നേതാക്കൾ ഓരോരുത്തരും തങ്ങളുടെ വിശ്വസ്തരെ മന്ത്രിസഭയിൽ തിരികെ കയറ്റാൻ ലിസ്റ്റ് റെഡിയാക്കുകയാണ്. ഭരണം തുടങ്ങുന്നതിനു മുമ്പേ വകുപ്പ് വിഭജനം കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയെ മാത്രം കിട്ടിയാൽ മതി. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഡൽഹി ഡ്രാമയുടെ ബാക്കി പത്രം കൂടി ഒന്ന് പരിശോധിക്കാം. സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ഒരു അത്ഭുത പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. ജയിച്ചു എന്ന് കേട്ടപ്പോൾ വിയർപ്പൊഴുക്കിയ അണികൾ വിജയാഘോഷം തുടങ്ങാൻ നോക്കിയതാണ്. പക്ഷേ നേതാക്കളുടെ ഈ ഡൽഹി ഒളിമ്പിക്സ് കണ്ടപ്പോൾ അവർക്കും പടക്കം പൊട്ടിക്കാൻ പേടി. കാരണം ആരുടെ പേരിൽ പടക്കം പൊട്ടിക്കണം എന്ന കാര്യത്തിലും ഇന്നും തീരുമാനമായിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ നിരീക്ഷകർ വരുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു, ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ കാലങ്ങളായി കേൾക്കുന്ന സ്ഥിരം പല്ലവിയാണ്. പക്ഷേ സ്വന്തം അണികളെ പേടിച്ച് ഡൽഹിയിലെ കേരള ഹൗസ് പോലും ഉപേക്ഷിക്കേണ്ടി വരുന്ന നേതാക്കളുടെ ഗതികേട് ഇതിനു മുമ്പ് അധികം ആരും കണ്ടിട്ടുണ്ടാകില്ല. അധികാരത്തിന്റെ ഇടനാഴികളിൽ സതീശനും ചെന്നിത്തലയും നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടല്ലോ, അത് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു വൈരുദ്ധ്യമാണ്. കാലങ്ങളായി ശത്രുപക്ഷത്ത് നിന്നവർ ഒരേ കുടക്കീഴിൽ വരുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് തന്റെ ശത്രുവിനെ വീഴ്ത്താൻ ആരെയും കൂട്ടുപിടിക്കാമെന്ന പഴയ കുബുദ്ധി കൊണ്ടാണ്. മെയ് 4 മുതൽ മെയ് 9 വരെ നീണ്ട ഈ 5 ദിവസത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. കസേരയിൽ ആരിരുന്നാലും ഭരണം നടക്കാൻ പോകുന്നത് ഇനി കേരളത്തിലല്ല, മറിച്ച് ഡൽഹിയുടെ താല്പര്യങ്ങൾക്കും ചില വൻകിട വ്യവസായികളുടെ ഇഷ്ടത്തിനും അനുസരിച്ചായിരിക്കും. വകുപ്പുകൾ വിഭജിക്കുന്നതിലും മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലും KC വേണുഗോപാൽ എന്ന റിമോട്ട് കൺട്രോൾ കാണിക്കുന്ന ആ ഒരു ആധിപത്യം വരാനിരിക്കുന്ന സർക്കാരിന്റെ ആയുസ്സിനെ പോലും ബാധിച്ചേക്കാം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ 102 സീറ്റുകൾ നൽകി അധികാരത്തിലെത്തിയത്. പക്ഷേ ഭരണം തുടങ്ങുന്നതിനു മുമ്പേ സ്വന്തം ഗ്രൂപ്പിലെ സീറ്റുകൾ ഉറപ്പിക്കാനുള്ള ഈ വെപ്രാളം കാണുമ്പോൾ വോട്ട് ചെയ്ത പാവം വോട്ടർമാർ ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ആ തീരുമാനം കോൺഗ്രസിനുള്ളിലെ ഈ ആഭ്യന്തര കലഹം അവസാനിപ്പിക്കുമോ അതോ പുതിയൊരു തെരുവ് യുദ്ധത്തിന് തുടക്കമിടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒന്നുറപ്പാണ്, ഈ 102 സീറ്റ് ഭരണം ഒരു വലിയ എന്റർടൈൻമെന്റ് പാക്കേജ് തന്നെയായിരിക്കും. കസേരയ്ക്ക് വേണ്ടിയുള്ള അടി തീർന്ന് ഭരണത്തിന് വേണ്ടിയുള്ള പണി എപ്പോഴാണവോ ഈ നേതാക്കൾ തുടങ്ങുക. ഡൽഹിയിൽ നിന്ന് പുക ഉയരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ഇത് തുടങ്ങട്ടെ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.